ജ്യോതിഷമനുസരിച്ച് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും സ്വാധീനങ്ങളുമുണ്ട്. രേവതി നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ അവസാനത്തേതാണ്. ഇത് പൂസന്റെ ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷമ, ദയ, വിട്ടുവീഴ്ച, ആത്മാർത്ഥത എന്നിവയ്ക്ക് പേര് കേട്ടവരാണ് രേവതി നക്ഷത്രക്കാർ. 2025 ഒക്ടോബറിൽ രേവതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക ഫലങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിശകലനമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. 2025 ഒക്ടോബറിൽ രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അനുകൂലമായ ഗ്രഹസ്ഥിതികൾ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കാനും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നേടാനും സഹായിക്കും. അതേസമയം ചില വെല്ലുവിളികളും അപ്രതീക്ഷിത ചെലവുകളും നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ്. തൊഴിൽ ചെയ്യുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും അത് സാമ്പത്തികമായി പ്രയോജനകരമാവുകയും ചെയ്യും. പുതിയ പ്രോജക്റ്റുകളോ ചുമതലകളോ ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല ലാഭം പ്രതീക്ഷിക്കാം. പുതിയ പങ്കാളിത്തങ്ങൾ, വിപണന തന്ത്രങ്ങൾ, ഉൽപ്പന്ന വികസനം എന്നിവ ബിസിനസ് വളർച്ചയ്ക്ക് സഹായിക്കും. മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുകയും വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മെനയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദീർഘകാല നിക്ഷേപങ്ങൾ ഈ മാസം ബിസിനസ്സിൽ അനുകൂലമായ ഫലങ്ങൾ നൽകും. ഓഹരികൾ, റിയൽ എസ്റ്റേറ്റ്, സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നേടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏതൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പും വിദഗ്ധരുടെ ഉപദേശം തേടുകയും വിശദമായ പഠനം നടത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഈ മാസം ഉചിതമായിരിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുന്നത് സുരക്ഷിതമായിരിക്കും. ഫ്രീലാൻസിംഗ്, കൺസൾട്ടിംഗ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലികൾ എന്നിവയിലൂടെ അധിക വരുമാനം നേടാൻ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഴിവുകളും താല്പര്യങ്ങളും വരുമാന മാർഗങ്ങളാക്കി മാറ്റാൻ ഈ മാസം അനുകൂലമാണ്. കലാപരവും സർഗാത്മകവുമായ കഴിവുകളുള്ളവർക്ക് അതിൽ നിന്ന് വരുമാനം നേടാനുള്ള അവസരങ്ങളും ഉണ്ടാവാം. ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ കുടുംബപരമായ കാര്യങ്ങൾക്കോ അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടായേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ മുൻകൂട്ടി കണ്ട് ഒരു അടിയന്തര ഫണ്ട് കരുതുന്നത് ബുദ്ധിപരമായിരിക്കും. വാഹനത്തിന്റെയോ വീടിന്റെയോ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവഴിക്കേണ്ടി വരാനും സാധ്യതയുണ്ട്. പഴയ കടബാധ്യതകൾ തീർക്കാൻ ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നിലവിലുള്ള കടങ്ങൾ അടച്ചു തീർക്കാൻ വ്യക്തമായ ഒരു സാമ്പത്തിക പദ്ധതി തയ്യാറാക്കണം. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും അനാവശ്യ കാര്യങ്ങൾക്കും ചെലവഴിക്കുന്നത് ഒഴിവാക്കണം. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഈ മാസം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കും. വാങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യമാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം അല്ലെങ്കിൽ മറ്റു കുടുംബപരമായ ആഘോഷങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചിലവുകൾ ഉണ്ടാവാം. ഈ ചിലവുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ചില നിക്ഷേപങ്ങളിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാതെ വരികയോ ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്യാം. അതിനാൽ റിസ്ക് കുറഞ്ഞ നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. നിക്ഷേപിക്കുന്നതിന് മുമ്പ് വ്യക്തമായ ഗവേഷണം നടത്തണം. ഓരോ മാസവും വരുന്ന വരുമാനവും ചെലവുകളും കൃത്യമായി രേഖപ്പെടുത്തുകയും ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുകയും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും. വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം എല്ലാ മാസവും സമ്പാദ്യത്തിനായി നീക്കിവെക്കുക. അടിയന്തര ആവശ്യങ്ങൾക്കും ഭാവിയിലെ ലക്ഷ്യങ്ങൾക്കും ഇത് സഹായകമാകും. ഒരു സമ്പാദ്യ ലക്ഷ്യം നിശ്ചയിച്ച് അതിനായി പ്രവർത്തിക്കുക. ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുക. ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിക്ഷേപിക്കുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. കഴിയുന്നത്രയും കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. അഥവാ കടമെടുക്കേണ്ടി വന്നാൽ അത് തിരിച്ചടയ്ക്കാൻ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടാകണം. അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് ഉണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ്. വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താൻ പൂജകളും വഴിപാടുകളും നടത്തുന്നത് സാമ്പത്തിക ഉന്നതിക്ക് സഹായിക്കും. ലക്ഷ്മി ദേവി ആരാധിക്കുന്നത് ധനഭാഗ്യം വർദ്ധിപ്പിക്കും. പാവപ്പെട്ടവരെ സഹായിക്കുന്നത് പുണ്യകർമ്മമായും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമാകും. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. രേവതി നക്ഷത്രത്തിന്റെ ദേവനായ പൂസനെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങി സാമ്പത്തിക ഉന്നതിക്ക് വഴിയൊരുക്കും. 2025 ഒക്ടോബർ മാസം രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ചില അവസരങ്ങൾ നൽകുമെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും അച്ചടക്കവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കൃത്യമായ ആസൂത്രണവും കഠിനാധ്വാനവും നല്ല സാമ്പത്തിക തീരുമാനങ്ങളും നിങ്ങളെ സാമ്പത്തികമായി മുന്നോട്ട് നയിക്കും. ഏതൊരു തീരുമാനം എടുക്കുന്നതിനു മുമ്പും എല്ലാ വശങ്ങളും പരിഗണിക്കുകയും ആവശ്യമെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായം തേടുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ പങ്കുണ്ട്. സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് സാമ്പത്തിക അച്ചടക്കം.
കൃത്യമായ ആസൂത്രണത്തിലൂടെയും ശരിയായ ശീലങ്ങളിലൂടെയും വരുമാനം കൈകാര്യം ചെയ്യുകയും ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെയാണ് സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത്. ഇത് വെറുമൊരു സാമ്പത്തിക ശീലം മാത്രമല്ല, ജീവിതത്തിലെ പല തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ജീവിത ശൈലി കൂടിയാണ്. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം, ചെലവുകൾ, സമ്പാദ്യം, നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. വ്യക്തിഗത സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ബോധപൂർവം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണിത്. ഇത് അനാവശ്യമായ കടബാധ്യതകൾ ഒഴിവാക്കാനും ഭാവിയിലെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനും നമ്മളെ സഹായിക്കുന്നു. അപ്രതീക്ഷിത ചെലവുകളും പ്രതിസന്ധികളെയും നേരിടാൻ സാമ്പത്തിക അച്ചടക്കം സഹായിക്കുന്നു. വരുമാനം അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യുന്നത് അനാവശ്യമായ കടങ്ങൾ ഒഴിവാക്കാനും നിലവിലുള്ള കടങ്ങൾ വേഗത്തിൽ അടച്ചു തീർക്കാനും സഹായിക്കും. വീട് വാങ്ങുക, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിരമിക്കൽ ജീവിതം തുടങ്ങിയ വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ചിട്ടയായ സമ്പാദ്യവും നിക്ഷേപവും ആവശ്യമാണ്. സാമ്പത്തിക സുരക്ഷിതത്വം മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും ജീവിതത്തിൽ കൂടുതൽ സമാധാനം നൽകുകയും ചെയ്യും. അച്ചടക്കമുള്ള സാമ്പത്തിക ശീലങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും. സാമ്പത്തിക അച്ചടക്കം ഒറ്റയടിക്ക് ഉണ്ടാകുന്ന ഒന്നല്ല. ഇത് നിരന്തരമായ പരിശ്രമത്തിലൂടെയും ശീലങ്ങളിലൂടെയും വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. എല്ലാ മാസവും നിങ്ങളുടെ മൊത്തം വരുമാനം എത്രയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തുക. ശമ്പളം, ബിസിനസ് വരുമാനം, മറ്റു വരുമാന സ്രോതസ്സുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം. നിങ്ങൾ എന്തിനൊക്കെയാണ് പണം ചെലവഴിക്കുന്നതെന്ന് അറിയുക എന്നതാണ് ആദ്യപടി. ചെറിയ ചിലവുകൾ പോലും രേഖപ്പെടുത്തുന്നത് എവിടെയാണ് പണം പാഴാകുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. സാമ്പത്തിക അച്ചടക്കം എന്നത് ജീവിതത്തിലെ ഒരു യാത്രയാണ്, ഒരൊറ്റ തവണയുള്ള പ്രവൃത്തിയല്ല. ഇത് ക്ഷമയും സ്ഥിരതയും ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഈ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും സമ്മർദ്ദമില്ലാതെ ഒരു ജീവിതം നയിക്കാനും സാധിക്കും. ഓർക്കുക, ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ സാമ്പത്തിക തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. സമ്പന്നമായ അല്ലെങ്കിൽ ധനം നൽകുന്നത് എന്നർത്ഥം വരുന്ന രേവതി ഭൗതികവും ആത്മീയവുമായ സമൃദ്ധിയുടെ നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ദയ, സഹാനുഭൂതി, ആത്മീയത, സർഗാത്മകത എന്നിവയുടെ മൂർത്തിഭാവമായി കണക്കാക്കപ്പെടുന്നു. രേവതി നക്ഷത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവരുടെ ആഴത്തിലുള്ള സഹാനുഭൂതിയാണ്. മറ്റുള്ളവരുടെ വേദനയും ദുരിതവും അവർക്ക് സ്വന്തം വേദനകളായി അനുഭവപ്പെടും. പല രേവതിക്കാരും സന്നദ്ധ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവന രംഗങ്ങളിലും സജീവമായിരിക്കും. മറ്റൊരാളുടെ കണ്ണുനീർ കാണുമ്പോൾ നിസ്സംഗതയോടെ മാറി നിൽക്കാൻ അവർക്ക് കഴിയില്ല. ഈ സഹാനുഭൂതി ചിലപ്പോൾ അവരെ ചൂഷണം ചെയ്യപ്പെടാൻ ഇടയാക്കിയേക്കാം. നക്ഷത്ര ചക്രത്തിലെ അവസാനത്തെ നക്ഷത്രമെന്ന നിലയിൽ രേവതി ആത്മീയ യാത്രയുടെ പൂർത്തീകരണത്തെയും ഭൗതിക ലോകത്തു നിന്നുള്ള മോചനത്തെയും സൂചിപ്പിക്കുന്നു. അതിനാൽ രേവതി നക്ഷത്രക്കാർക്ക് ജന്മന ഒരു ആത്മീയ ചായ്വ് ഉണ്ടായിരിക്കും. അവർ മതപരമായ ആചാരങ്ങളിൽ കണിശമായി ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. ധ്യാനം, യോഗ, തത്വചിന്ത എന്നിവയിൽ അവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാവും. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ആന്തരിക സമാധാനത്തിനും ആത്മീയ വളർച്ചയ്ക്കുമാണ് അവർ മുൻഗണന നൽകുന്നത്. അവരുടെ അതിദേവതയായ പൂഷൻ ആത്മാക്കളെ മരണാനന്തര ജീവിതത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുന്ന വഴികാട്ടിയായി കണക്കാക്കപ്പെടുന്നു. ഈ ദൈവിക ബന്ധം രേവതിക്കാരുടെ ആത്മീയ സ്വഭാവത്തിന് ആക്കം കൂട്ടുന്നു. രേവതിക്കാർ പൊതുവെ ശുഭാപ്തി വിശ്വാസികളാണ്. പ്രതികൂല സാഹചര്യങ്ങളിലും അവർ നല്ല വശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. അവരുടെ സാന്നിധ്യം തന്നെ ചുറ്റുമുള്ളവർക്ക് പോസിറ്റീവ് ഊർജം നൽകും. അവർ സൗമ്യരും മൃദുവായി സംസാരിക്കുന്നവരുമാണ്. കലഹങ്ങൾക്കും വഴക്കുകൾക്കും അവർ പോകാറില്ല. പ്രശ്നങ്ങളെ സമാധാനപരമായി പരിഹരിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഒക്ടോബർ മാസം രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമായ ഒരു മാസമായിരിക്കും. പുതിയ വരുമാന സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും അപ്രതീക്ഷിത ചെലവുകളെ നേരിടാനും തയ്യാറെടുക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ സുരക്ഷിതമാക്കാൻ സഹായിക്കും. ഇതൊരു പൊതുവായ പ്രവചനമാണ്. വ്യക്തിഗത ജാതകവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. കൂടുതൽ കൃത്യമായ ഫലങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് നന്നായിരിക്കും.